ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിർജ്ജീവമാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ സഖ്യമൊന്നുമില്ല. പ്രാദേശികമായിട്ട് ആരുടെ വോട്ടും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അല്ലല്ല, UDF ആർക്ക് വോട്ട് ചെയ്യാം? ഇല്ലല്ല, മുന്നണിയിൽ അവർ വന്നിട്ടില്ല. ആരുടെ വോട്ട് ഞങ്ങൾ കിട്ടിയാൽ പഠിക്കും. വോട്ടല്ലേ, വോട്ടിന് എന്താ കുഴപ്പം? എന്നോട് ഞാൻ KPC പ്രസിഡൻ്റായ ഉടനെ ആരോ ചോദിച്ചായിരുന്നു, നിലമ്പൂർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന വോട്ട് നഷ്ടപ്പെടുമെന്ന്. അന്നേരം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വോട്ടും വിലപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥന എന്താ? മുഴുവൻ ആളുകളും, മുഴുവൻ സമ്മതിദായകരും നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണം, എന്നെ വിജയിപ്പിക്കണം എന്നില്ല. ഏതെങ്കിലും വോട്ട് വേണ്ടെന്ന് ആരെങ്കിലും പറയും? അതിപ്പം എന്നെ കരിയും മത്സരിക്കുമ്പോൾ എന്നെ കരിയും പ്രസംഗിക്കുന്നു അഭ്യർത്ഥന എല്ലാ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ലാതെ ഇന്ന ആൾക്കാർ സണ്ണി ജോസഫിൻ്റെ വോട്ട് വേണ്ട, BSGയുടെ വോട്ട് വേണ്ട എന്ന് എന്നെ കരിവിന് പറയാൻ സാധിക്കുമോ? വോട്ട് എല്ലാവരുടെയും കിട്ടിയാൽ മേടിക്കും. ഞാൻ എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഞാൻ മലപ്പുറത്ത് വന്നിട്ടേ ഉള്ളൂന്ന്. ജോയി വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവാണ്, സൗമ്യനാണെങ്കിലും. ഇല്ലില്ല, അതൊക്കെ പാച്ചപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാച്ചപ്പ് ചെയ്തു. ഇന്നലെ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇന്നലെ ഈ പരിപാടിയിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം സംസാരിച്ചു. വളരെ വളരെ കോർഡിയൽ ആൻഡ് യുണൈറ്റഡ് വി ആർ. ഇല്ല, ജോയി വളരെ പ്രസന്നനല്ലേ, ജോയ്ഫുൾ ഓൾവേസ്. അൻവർ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഞങ്ങൾ ആലോചിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതൊരു അസോസിയേറ്റ് മെമ്പറായിട്ട് UDF ആ കക്ഷി വരും എന്നാണ്. കൂടുതൽ കക്ഷികൾ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ല, നിങ്ങളെ ചോദ്യം എന്താണ്? അൻവർ ഉന്നയിച്ചത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഹിന്ദു ഇന്റർവ്യൂ അതിലെ പരാമർശനം അൻവർ ഉന്നയിച്ചതുകൊണ്ട് ആ പരാമർശനം തെറ്റാണെന്നുള്ളതിന് മറുപടി അല്ല. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യണ്ട. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് എനിക്കറിയില്ല. പക്ഷേ അതിലൊക്കെ രാഷ്ട്രീയ നേതാവായ അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന അന്വേഷണത്തിലൊക്കെ ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് വേണം സാമാന്യേന മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് തന്നെ സ്വയം പ്രതിരോധ ശക്തിയുള്ള ആളാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമല്ലോ. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിർജ്ജീവമാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തതല്ലേ, പരാതിക്കാരില്ലാതെ. എൻ്റെ അന്വേഷണം കൂടി വരട്ടെ. ഇല്ല, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ.
പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അവരെ വരാനുള്ള സാധ്യത UDF-ന്റെ ഒരു അസോസിയേറ്റ് പാർട്ണറാകാനാണ് ആ പാർട്ടിയുടെ. അതൊക്കെ ഇപ്പം ആലോചിച്ചിട്ടില്ല. പഞ്ചായത്തിൽ അദ്ദേഹം നിൽക്കുന്നില്ലല്ലോ. മുൻ MLA-മാർ നിന്നത് ശബരിനാഥും അനിലക്കരയും മാത്രമാണ്. അൻവർ നിന്നിട്ടില്ല. ജോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ. ജോയി വളരെ സമർത്ഥമായിട്ട് മിണ്ടാതിരിക്കും. നമ്മൾ തെളിയിച്ച കാര്യമാണ്. പഞ്ചസാരയ്ക്ക് അല്ല, പായസത്തിന് എത്ര മധുരം കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. താങ്ക് യു ഓൾ. ന്യായം, സത്യം, നീതി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.